ബ്ലാക്ക് ആനിമേഷൻ അടിച്ച് ഗൈസ്. ആരൊക്കെ ആയിരിക്കും? റൊണാൾഡോ ഉണ്ടായിരുന്ന മതി. ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാക്ക് ഓപ്പണിംഗ് വേറെ ആരുമല്ല, ലിവിംഗ് ലെജൻഡ്സ് 2026 ബിഗ് ടൈം ആൻഡ് ഷോർട്ട് ടൈം അടങ്ങുന്ന ഈ ഒരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. പാക്കിനകത്ത് ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, അതുപോലെ നെയ്മർ ജൂനിയർ, ലൂക്ക മോഡ്രിച്ച്, മാനുവൽ ന്യൂയർ, റോഡ്രിഗസ്, പിന്നെ കെവിൻ ഡിബ്രൂണ്, ഇത്ര പേര് അടങ്ങുന്ന ഈ ഒരു പാക്കാണ് നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷെ നമുക്ക് ഇതിനകത്ത് നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ കാർഡ് മാത്രം കിട്ടിയാൽ മതി, വേറെ ആരും വേണ്ട. കാരണം ഇത് നമ്മുടെ അക്കൗണ്ട് അല്ല, നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ടാണ്. അവന് റൊണാൾഡോയുടെ കാർഡ് മാത്രം കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവർക്ക് 3 സ്കില്ല് വെച്ച് കൊടുത്തിട്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും മെസ്സിക്കും കൊടുത്തിട്ടുള്ളത്. മെസ്സിക്ക് നോക്കുകയാണെങ്കിൽ മൊമെന്റം ഡ്രിബിളിങ്ങും, എഡ്ജ് ക്രോസിങ്ങും, മാഗ്നറ്റിക് ഫീറ്റും. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഫിനോമിനൽ ഫിനിഷിങ്ങും, ബുള്ളറ്റ് ഹെഡറും, ലോ സ്ക്രീമറും കൊടുത്തിട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും ടോപ്പ് ആയിട്ടുള്ള സ്കില്ല് തന്നെയാണ് രണ്ട് പ്ലേയേഴ്സിനും കൊടുത്തിട്ടുള്ളത്. മെസ്സിക്ക് എഡ്ജ് ക്രോസിംഗ് വരാൻ കാരണം ഈ വേൾഡ് കപ്പിൽ എല്ലാവർക്കും അറിയാമല്ലോ, റൈറ്റ് വിങ് പോയിട്ട് ഫുള്ള് ക്രോസിങ്ങിന്റെ കളിയായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ ബേസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡിസ്കൗണ്ട് 500 കോയിന്റെ ഒരു ഓഫർ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഇതിൽ തന്നെ അടിക്കുകയാണെങ്കിൽ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. റൊണാൾഡോയുടെ കാർഡ് മാത്രം എടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. നമ്മുടെ കയ്യിൽ 7300 കോയിൻ ഉണ്ട്. എത്ര ട്രൈ കിട്ടുമെന്ന് അറിയില്ല. ഒരു 9 ട്രൈ കിട്ടുമെന്ന് തോന്നുന്നു. എന്നാലും നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ 500 കോയിൻ ഞാനിവിടെ കൊടുക്കാണ്. ഫസ്റ്റ് തന്നെ ഒരു ബ്ലാക്ക് ആനിമേഷൻ പ്രതീക്ഷിക്കുന്നു. ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ 500 കൊടുക്കാണ് ഗൈസ്. ഒരു ബ്ലാക്ക് ആനിമേഷൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. ബ്ലാക്ക് ആനിമേഷൻ ഒന്നുമില്ല. ഇതിപ്പോ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഒറ്റമെന്റിയുടെ ഈ ഒരു കാർഡ്, അതും ഹൈലൈറ്റ് കാർഡാണ് ഫസ്റ്റ് തന്നെ തുടങ്ങിയിട്ടുള്ളത്. അവിടെ റിലീസ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 500 ഒരു ഹൈലൈറ്റ് കാർഡിലാണ് തന്നിട്ടുള്ളത്. എന്തായാലും നെക്സ്റ്റ് ട്രൈ എടുത്ത് നോക്കാം. രണ്ടാമത്തെ ട്രൈ 900 കോയിൻ കൊടുക്കാൻ പോകുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. കീപ്പറാ മേറാ ഇല്ല. രണ്ടാമത്തെ ട്രയലും ഫുള്ള് ബേസ് ആണ്. 250 പ്ലേയേഴ്സ് ഉണ്ട്, അതുകൊണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. മൂന്നാമത്തെ ട്രൈ ആദ്യം നമുക്ക് ജസ്റ്റ് പ്ലെയറെ എടുത്ത് നോക്കാം. മെസ്സിയുടെ സ്റ്റാറ്റ്സ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത സ്റ്റാറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ മൂന്നാമത്തെ ട്രൈ കൊടുക്കാണ്. മൂന്നാമത്തെ ട്രൈയിലൊരു ഹൈലൈറ്റ് കാർഡ്. അപ്പൊ ബാക്കി 5000 കോയിൻ ഉണ്ട്. 3 ട്രൈ കഴിഞ്ഞ് 219 പ്ലേയേഴ്സ് ഉണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രം കിട്ടിയാൽ മതി. ഓക്കെ, നാലാമത്തെ ട്രൈ ബിഗ് ടൈം അല്ല. എടാ ഇവന്മാര് തരൂലെന്ന് തന്നെ കേട്ടാ. സ്കാം ആയിരിക്കോ? അപ്പോൾ 4 ട്രൈ കഴിഞ്ഞു, ഒരു പ്ലെയറെ പോലും കിട്ടിയില്ല. 2 ഹൈലൈറ്റ് കാർഡ് മാത്രം തന്ന് സമാധാനിപ്പിച്ചു നമ്മളെ. ഒരു ഷോർട്ട് ടൈം പോലും കിട്ടിയില്ല. ഷോർട്ട് ടൈമിന്റെ ആവശ്യമില്ല, റൊണാൾഡോ മാത്രമാണ് നമ്മുടെ ടാർഗറ്റ്. ലെറ്റ്സ് ഗോ. എടാ ഇത് എന്തോന്നറാ, ഒരു പ്ലെയറെ പോലും കിട്ടിയില്ലടാ. അപ്പൊ ഇനി ബാക്കി 199 പ്ലേയേഴ്സ് ഉണ്ട്. ഒരു പ്ലെയറെ പോലും നമുക്ക് കിട്ടില്ല. 50 പ്ലേയേഴ്സ് കറക്റ്റ്, ഒരു പ്ലെയറെ പോലും കിട്ടിയില്ല. അടുത്തത് 5ാമത്തെ ട്രൈ ആണ്. 5ാമത്തെ 900. ലെറ്റ്സ് ഗോ. ഇതിൽ അടിക്കോ?
എന്തോന്ന് അവസ്ഥയാടാ ഇത്, ഫുള്ള് ബേസ് വാരി തരുന്നടാ. 100 വെച്ച് നമുക്ക് നോക്കാം. 100 വെച്ചിട്ട് ബിഗ് ടൈം കാർഡ് അടിക്കാൻ അങ്ങനെ നോക്കാം. ഇതൊക്കെ ആരടാ? ഈ പാക്കിന് പ്രോബബിലിറ്റി കുറവാണെന്ന് തോന്നുന്നു കേട്ടാ. 100 കോയിൻ ഇതാരടേ. വീണ്ടും ഹൈലൈറ്റ് കാർഡുകളൊക്കെ വാരി വിതറി തരാണ്. ലാസ്റ്റ് ഒരു 100 കൂടെ ചെയ്യാനുള്ള കോയിൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ 2 900 സ്പിന്ന്. ഓക്കെ, എന്തായാലും തരൂലെന്ന് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ട്രയൽ ഫുള്ള് ബേസ് ആയിരിക്കും. നമുക്ക് ബാക്ക് അടിച്ചിട്ട് വരാം. ആ, ഏതോ ഒരു കാർഡുണ്ട്. ഷോർട്ട് ടൈം ആവാതിരുന്നാൽ മതി. ബിഗ് ടൈം റൊണാൾഡോ ആരായിരിക്കും? എടാ, ഡിബ്രൂവിന്റെ കാർഡ്. എന്ത് തേങ്ങക്ക് ഇത് അവസ്ഥയടാ, ഇത് എന്തോന്നടാ ഇത്. അപ്പോ നമ്മളെ കൊണാമി തേച്ചൊട്ടിക്കുകയാണ്. ലാസ്റ്റ് ഒരു 900 കോയിനോടെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോ മെയിൻ അക്കൗണ്ടിൽ കറക്കണോ വേണ്ടേന്ന് ആലോചിക്കുന്നത്. ലാസ്റ്റ് 900. ഇതൊക്കെ വെറുതെ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ലാസ്റ്റ് 900 പൊട്ടിക്കാൻ പോവാണ് ഗൈസ്. കിട്ടോ ലാസ്റ്റത്തെ 900? ലെറ്റ്സ് ഗോ. എടാ, ഇത് എന്തോന്നടാ. 7300 കോയിൻ ഇറക്കിയിട്ട് ഒരു ഷോർട്ട് ടൈം കാർഡ് മാത്രം തന്ന്. എന്തോന്ന് അവസ്ഥയാണ്. നമ്മളൊരു 3500 കോയിനൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാർഡ് കിട്ടിയില്ല. അപ്പോൾ ആ ഒരു കാർഡിന് വേണ്ടിയിട്ടാണ് ഇത്രയും കറക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ 164 പ്ലേയേഴ്സ് വരെ കറക്കി നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 3500 കോയിനൂടെ ഉണ്ട്. ഒരു 3 ട്രൈ ചെയ്യാം. 3 ട്രൈ ചെയ്യാൻ പറ്റിയ കോയിനുണ്ട്. കോയിൻസ് എന്തായാലും നോക്കാം. 900 സ്പിൻ ചെയ്ത് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓ, ബ്ലാക്ക് ആനിമേഷൻ അടിച്ചു ഗൈസ്. ആരൊക്കെ ആയിരിക്കും? റൊണാൾഡോ ഉണ്ടായിരുന്നാ മതി. എടാ, റൊണാൾഡോ ഇല്ലടാ. എന്തടാ ഇത്? ബേക്കുന്ന ആരെങ്കിലും വരോ? എന്തടാ ഫുള്ള് ഷോർട്ട് ടൈം. ഷോർട്ട് ടൈമില് ബ്ലാക്ക് ആനിമേഷൻ. ഒരു ബിഗ് ടൈം തന്നൂടെ കൊണാമി. അപ്പോ അതിനകത്തുള്ള 3 ഷോർട്ട് ടൈം കാർഡ് നമുക്ക് കിട്ടി. ഷോർട്ട് ടൈമിന്റെ ഒരാവശ്യവുമില്ല. നെക്സ്റ്റ് ട്രൈ. ഓക്കെ, ലെറ്റ്സ് ഗോ. ബിഗ് ടൈം അവസ്ഥ തന്നെയാടാ ഇത്. എന്തൊരവസ്ഥയാടാ, ഫുള്ള് ബേസ്. ഗൈസ്, അപ്പോൾ നമ്മളൊരു 110 കോയിനോട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1800 ആയി. ഇപ്പോൾ 2 ട്രൈ ചെയ്യാനുള്ള കോയിനുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. ബിഗ് ടൈം. എന്റെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണേ ഗൈസ്. എന്തോന്നേ,
കൊണാമി നമ്മളായിട്ട് ഒരുമാതിരി ഉണ്ടാക്കുന്ന കേട്ടാ. പ്ലേയേഴ്സായി. 134 പ്ലേയേഴ്സിൽ ഇനിയിപ്പോ 4 പ്ലേയേഴ്സ് ഉണ്ട്. റൊണാൾഡോ, നെയ്മർ, മെസ്സി, മാനുവൽ ന്യൂയർ. ഗൈസ്, ഓ ലാസ്റ്റ് ട്രൈ. എല്ലാം കഴിഞ്ഞു. കോയിൻ തീർന്നു, എല്ലാം തീർന്നു. അലക്സാൻഡ്രോ. ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 3600 കോയിനൂടെ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ ഇതുവരെ കറക്കിയത് 124 പ്ലേയേഴ്സ് എന്തോ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. 124 പ്ലേയേഴ്സ് ബാക്കിയുണ്ട്. അതിൽ നിന്ന് നമുക്ക് 3 ഷോർട്ട് ടൈം കാർഡ് മാത്രമേ കിട്ടിയുള്ളൂ. ബിഗ് ടൈം കാർഡ് ഒരു കാർഡ് പോലും നമുക്ക് അടിച്ചില്ല. 180 പ്ലേയേഴ്സ് സ്പിൻ ചെയ്തിട്ടും 176 പ്ലേയേഴ്സ് സ്പിൻ ചെയ്തിട്ടും 3 ഷോർട്ട് ടൈം കാർഡ് മാത്രം. ഇനിയിപ്പോൾ നമ്മളൊരു 3600 കോയിന് കൂടെ എടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഇതോടെ കഴിഞ്ഞ്. ഇതിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ കിട്ടിയാൽ മതി. ഓഫർ കോയിനൊക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് മറ്റേ ബാക്കി കോയിനും കൂടെ ഒക്കെ എല്ലാം കൂടെ എടുത്തിട്ടാണ് ഇത്ര ആക്കിയത്. ഇനിയിപ്പോൾ എന്തായാലും ഇനിയില്ല, ഇതോടെ സ്റ്റോപ്പ്. ഓക്കെ എന്നാ. അപ്പോൾ ഒരു 4 ട്രൈ ചെയ്യാനുള്ള കോയിനുണ്ട്. ലെറ്റ്സ് ഗോ. എടാ ക്രിസ്ത്യാനോ റൊണാൾഡോ, എന്റെ മോനെ, ഒരു രക്ഷയില്ല. ഞാൻ വാൻഡേക്കെന്ന് കറക്റ്റ് വാൻഡേക്കിന്റെ ഒരു ഇതാണ് ആദ്യം കാണിച്ചത്. പിന്നെ ബേക്കെന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കാർഡ് വന്ന. എന്തായാലും കുറച്ച പരിപാടി തന്നെ. ഇത്രയും കോയിനിട്ട് കറക്കിയില്ലേ. ഏകദേശം പേർക്ക് 118 120 പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ബിഗ് ടൈം കാർഡൊക്കെ അടിക്കുന്നത്. കുഴപ്പമില്ല, എന്തായാലും 250 പ്ലേയേഴ്സ് അല്ലേ. അപ്പൊ എന്തായാലും കേസ് ഫൈനലി നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ കിട്ടിയിട്ടുണ്ട്. റൊണാൾഡോ മാത്രം മതി. ഭാഗ്യം, മെസ്സി അടിക്കാത്തതിന് ഭാഗ്യം. അപ്പോ നമുക്ക് സ്കോറിൽ എടുത്തിടാം. ട്രെയിൻ ചെയ്ത് നോക്കാം ഗൈസ്, എത്ര വരെ പോകും നോക്കാം. ഓട്ടോ ലൊക്കേഷൻ ആണ് കൊടുത്തത്. 108 ആണ്. 97 ഫിനിഷിംഗ് ഉണ്ട്. സ്പീഡ് 92, 93 ആക്സലറേഷൻ, കിക്കിംഗ് പവർ 96. കുഴപ്പമില്ല ഗൈസ്. അവയർനെസ്, അറ്റാക്കിംഗ് അവയർനെസ് 97. ഏജ് കാർഡല്ല, അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. കാരണം കഴിഞ്ഞ ബിഗ് ടൈം കാർഡിൽ ഏകദേശം സെയിം സ്റ്റാറ്റ്സ് ഒക്കെ തന്നെയായിരുന്നു. അതൊന്നും കുറച്ചുകൂടെ ബെറ്റർ ആണ് ഈ ഒരു കാർഡ്. പൈസ എന്തായാലും ഫൈനലി നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ കാർഡ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും താങ്ക് യു കൊണാമി. ശരിയെന്നാ. ബൈ ഗൈസ്, ബൈ.